വെൽക്കം ടു ക്ലാസിക് കേരള PSC. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ LD പരീക്ഷയിൽ നടന്ന ചോദ്യപേപ്പറിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും കാണാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ആ ചാനലിലെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വർഷങ്ങളെല്ലാം നമ്മൾ PYക്കിൽ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വർഷങ്ങളാണ്. ഏതാണ്? വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം 1924, ചാന്നാർ ലഹള അറിയാം 1859. അപ്പോൾ ആ രീതിയിൽ വർഷങ്ങൾ അറിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 2 കഴിഞ്ഞ് ചാന്നാർ ലഹള കഴിഞ്ഞിട്ട് മലബാർ കലാപം കഴിഞ്ഞിട്ട് വൈക്കം സത്യാഗ്രഹം, അത് കഴിഞ്ഞിട്ട് ക്ഷേത്രപ്രവേശന വിളംബരം, അങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. അത് ശരിയാണ്. നെക്സ്റ്റ്, ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 തെറ്റായ പ്രസ്താവനയാണ്. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു എന്നുള്ളതും അടുത്ത നാലാമത്തെ 2ാം വട്ടമേ സമ്മേളനം നടന്ന ഡേറ്റും സ്ഥലവും ഒക്കെ ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, നാറ്റോയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നാറ്റോയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഇതിനകത്ത് 1949 സ്ഥാപിതമായി എന്നുള്ളതാണ്. അപ്പോൾ ശരി, ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അപ്പോൾ 2ഉം 4ഉം ഇതിൻ്റെ ആസ്ഥാനം ജനീവയല്ല. അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനം എന്നുള്ള പ്രസ്താവനയും തെറ്റാണ്. 1949 സ്ഥാപിതമായി എന്നുള്ളത് ശരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടെയർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. അതായത് ഓപ്ഷൻ എ 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 5ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത 6ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. 1953 രൂപീകരിച്ചത്. ഫസൽ അലിയും HN കുൻസ്രുവും ഒക്കെ ഇതിനകത്ത് അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, അപ്പോൾ 7ാമത്തെ ചോദ്യത്തിൽ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നായിരുന്നു ചോദ്യം. അപ്പോൾ 7ാമത്തെ ചോദ്യത്തിൽ തെറ്റായിട്ടുള്ളത് 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകളാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ അല്ല. അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. നെക്സ്റ്റ്, ഗ്രാനൈറ്റ് ഒരുതരം അവസാദശിലയാണെന്നുള്ള പ്രസ്താവന തെറ്റാണ്. അടുത്ത, അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു എന്നുള്ള പ്രസ്താവന ശരിയാണ്. അടുത്ത 8ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ഇവിടെ 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അഗുർഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. ഓക്കെ, 9ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് എന്നുള്ള പ്രസ്താവന ശരിയാണ്. ഓക്കെ, അപ്പോൾ 1ാമത്തെ പ്രസ്താവന ഇവിടെ എന്താണ്? ശരിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത, തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ് അല്ല, ഗാന്ധിനഗറാണ്. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് എന്നുള്ള പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, 1ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത് 10ാമത്തെ ചോദ്യം, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹ്യൂറിക്കെയിൻ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. ഹ്യൂറിക്കെയിൻ എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ കറക്റ്റ് പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 11ാമത്തെ ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ് എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ബേസ് ചോദ്യമാണ്. അപ്പോൾ 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. NW3 നാഷണൽ വാട്ടർവേ 3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത എന്ന് പറയുന്നത്.
12ാമത്തെ ചോദ്യം 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ദിനങ്ങളൊക്കെ പഠിച്ചിട്ട് പോയവർക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സൗദി അറേബ്യ ആണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗം അല്ലാത്തത് ഏതൊക്കെ? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗം അല്ലാത്തത് ഏതൊക്കെ എന്നുള്ളതാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ആ ഒരു പ്രസ്താവന ശരിയാണ്. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചത് ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ്. അടുത്ത എന്താണ്? ജലസേചന സൗകര്യങ്ങൾ കൊണ്ടുവന്നു, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കൊണ്ടുവന്നു, രാസവളങ്ങൾ, രാസകീടനാശിനികൾ ഇവയെല്ലാം ഉപയോഗിച്ചത് ഈ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ അടുത്ത പ്രസ്താവന 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്നുള്ളത് തെറ്റാണ്. 3ാം പഞ്ചവത്സര പദ്ധതി കാലം തൊട്ടാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ്. 4ാമത്തെ പ്രസ്താവന എന്തല്ല, ശരിയല്ല. അടുത്ത ഗോതമ്പ്, നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങൾ എന്നിവയിൽ ഇന്ത്യ പ്രധാന 4 ഭക്ഷ്യവിളകളാണ് ഇന്ത്യയിലെ. അപ്പോൾ 2022-23 കണക്ക് പ്രകാരം ഏതിനാണ് ഉൽപ്പാദനം കൂടുതൽ എന്നുള്ളതാണ്. ഇതിനകത്ത് ഓപ്ഷൻ വരുന്നത് നോക്കിയേ, ബി ആണ്. നെല്ലിനാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം, പിന്നെ ഗോതമ്പ്, പിന്നെ ചോളം, പിന്നെ പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ഉത്തരവെന്ന് പറയുന്നത് അതാ നോക്കിയേ, 1 ബി, 2 എ, 3 സി, 4 ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? അടുത്ത 15ാമത്തെ ചോദ്യം റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഓപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 15ൽ പറയുന്നതിൽ 2 പ്രസ്താവനകളും ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു എന്നുള്ള 2 പ്രസ്താവനകൾ എന്താണ്, ശരിയാണ്. അപ്പോൾ ബാക്കി 16 മുതലുള്ള ബാക്കി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഈ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമായിട്ട് ടോപ്പിക് വൈസ് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.